ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 6. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം ഒതുക്കി പറക്കി. ഇന്ന് കഥയൊന്നും എഴുതണ്ട എന്ന് വിചാരിച്ച് കിടക്കാൻ തയ്യാറാകുമ്പോഴാണ് അവളുടെ ഫോണിൽ കാവൽക്കാരന്റെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. ഹേയ്, ഇന്ന് കഥയൊന്നുമില്ലേ? ഹേയ്, ഇന്നില്ല. ഇനി ചിലപ്പോ ഒരു 2 ദിവസം കഴിയും. ഞാനൊരു യാത്ര പോകാനുള്ള ഒരുക്കമാണ്. അതെയോ? എവിടേക്കാണ്? ഹിമാലയം. എന്താ വരുന്നോ? അത് വേണ്ട. ഞാൻ വന്നാൽ അവിടെയും തന്നോട് കഥ ചോദിക്കും. എങ്കിൽ വേണ്ട. ഈ കഥ നടന്ന സംഭവമാണോ? ഹേ, അല്ല. എന്റെ മനസ്സിൽ വന്നത് എഴുതിയെന്നേ ഉള്ളൂ. നല്ല പക്വതയുള്ള എഴുത്താണ്. അത് ഞാനും ആ പ്രായത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു ടീനേജർ അല്ല. ആര് പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ന്? എനിക്കറിയാം ഇത് നല്ല ജീവിതാനുഭവങ്ങളുള്ള ആരോ ആണെന്ന്. ചേമ്പിലെ പോലെ കുറെ വെള്ളങ്ങൾ ഒഴുക്കിക്കളഞ്ഞ ആരോ ഒരാൾ. ഒരിക്കൽ നമ്മൾ തമ്മിൽ കണ്ടാൽ എന്താകും നിങ്ങളുടെ പ്രതികരണം? സോറി ചേമ്പിലെ, എനിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമില്ല. കാരണം ഈ വ്യക്തിയല്ല, നിങ്ങളുടെ എഴുത്തുകാരിയാണ് എനിക്കിഷ്ടം. ആ എഴുത്തുകാരിയുടെ രൂപം എനിക്ക് ഈ അക്ഷരങ്ങളാണ്. അത് അങ്ങനെ തന്നെ ആകട്ടെ, അല്ലേ? അതെ, സന്തോഷം. എന്നെക്കാൾ പക്വതയുള്ള ആരോ ആണ് എന്റെ വായനക്കാരനെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അടുത്ത കഥയ്ക്കുള്ള ടോപ്പിക്ക് കിട്ടിയോ? ഇല്ല, ഇതുവരെ ആലോചിച്ചില്ല. എന്നാൽ ഞാനൊരു ടോപ്പിക്ക് തരാം. പറയൂ, കേൾക്കട്ടെ. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒന്ന് പിടിച്ചു നോക്ക്. അവിഹിതമല്ലേ? അയ്യോ വേണ്ട, അതൊന്നും എന്റെ കയ്യിൽ ഒതുങ്ങില്ല. സെൻസിറ്റീവ് ടോപ്പിക്കാണ്, നല്ല പ്രയാസമാണ്. ആലോചിച്ചു നോക്കൂ. ശരി, നോക്കട്ടെ. വീണ്ടും കാണാം. ബായ്. ബായ്. സന്തോഷത്തോടെ ഹിമാലയം കണ്ടുവരൂ. അതിന് മറുപടിയായി അവളൊരു സ്മൈലി അയച്ചു. പിന്നെ ഒന്നുകൂടി എല്ലാം വെച്ചോ എന്ന് നോക്കി ഫോണിൽ അലാം സെറ്റ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. രാവിലെ സമയത്ത് തന്നെ ഉണർന്ന് വീട്ടിലേക്കാണെന്ന സന്തോഷമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. കുറെ നാളായി അപ്പനെ കണ്ടിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ തയ്യാറായി ഫോൺ എടുത്ത് ലിസിയെ വിളിച്ചു. ഹലോ ലിസി, നീ ടോമിച്ചിനെ ഉണർത്തിയോ? വിളിക്കുന്നുണ്ട്, ഉണർന്നില്ല. നീ പേടിക്കണ്ട, ഞാൻ വിളിക്കാം. ശരി മിഷി, 10 മിനിറ്റില്ല ഇറങ്ങാൻ. ഞാൻ ഒന്നുകൂടി വിളിക്കട്ടെ. ചെറിയ ടെൻഷൻ തോന്നിയെങ്കിലും അവൾക്കറിയാം ലിസി എങ്ങനെയെങ്കിലും ടോമിച്ചിനെ എഴുന്നേപ്പിച്ചു വിടുമെന്ന്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മിഷേൽ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ഒന്നുകൂടി തിരിഞ്ഞ് എല്ലായിടവും നോക്കി. പോകാനായി ട്രോളി ബാഗും എടുത്ത് പുറത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് മിഷേൽ. ഗുഡ് മോർണിംഗ് സാബ്. സാബ് എന്താ രാവിലെ ഇവിടെ? അതിശയമായിരുന്നു അവളുടെ മുഖത്ത്. ഡോ, തന്റെ സാരഥി നല്ല ഉറക്കത്തിലാണ്. പിന്നെ സമയായി എന്ന് വിചാരിച്ച് ലിസിയാണ് എന്നെ വിളിച്ചത്. ബാഗിങ് തന്നേരെ, ഞാൻ പിടിക്കാം. മിഷേലിന്റെ മുഖം ഒന്ന് വാടി. വേണ്ട സാബ്, ഞാൻ പിടിച്ചോളാം. താൻ ഇനി അതിന് വിഷമിച്ച് നിൽക്കണ്ട. എനിക്കിതൊന്നും പ്രശ്നമല്ല. ഞാൻ പിന്നെ എപ്പോ വേണേലും ഉറക്കമുണരും. അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവള് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ഊബറും ബുക്ക് ചെയ്തേനെ. സംസാരിച്ച് നിൽക്കണ്ട, പോരെ. പിന്നെ തനിക്കെന്താ മിഷേൽ, എന്റെ കൂടെ വരാൻ പ്രയാസമുണ്ടോ? വിഷമമുണ്ടായിരുന്നു അവന്റെ വാക്കിൽ. അയ്യോ അങ്ങനെയല്ല, സാബിനെ ബുദ്ധിമുട്ടിച്ചല്ലോ, അതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷേ ഉള്ളൂ. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ബലമായി ബാഗ് വാങ്ങി അവൻ മുന്നോട്ട് നടന്നു. കാറിലിരിക്കുമ്പോഴും അവളുടെ മുഖം തെളിഞ്ഞില്ല. മറ്റൊന്നുമല്ല, അവനെ ബുദ്ധിമുട്ടിച്ചത് അവൾക്ക് വിഷമം തോന്നി. ഡോ, താൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുവാണോ? ഒരു കാര്യം ചെയ്യൂ, എന്റെ ഉറക്കം കളഞ്ഞതിന് പ്രായശ്ചിത്തമായിട്ട് താൻ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു കോഫി വാങ്ങി തന്നേരെ. തന്റെ വിഷമം തീരട്ടെ. അത് കേട്ട് അവൾ ചിരിച്ചു. മിഷേൽ, ഒരു 2ാം വിവാഹത്തെക്കുറിച്ച് എന്താ ഇതുവരെ ചിന്തിക്കാത്തത്? ഞാനോ? എന്തിന്? അതിശയമായിരുന്നു അവളുടെ ശബ്ദത്തിൽ. അല്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. ഒരു കൂട്ടുവേണമെന്ന് തോന്നിയില്ലേ? എനിക്ക് കൂട്ടുണ്ടല്ലോ, എന്റെ ജോർജ് ചായൻ. അത് പോട്ടെ, സാബ് എന്താ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഒരു കൂട്ടുവേണമെന്ന് തോന്നില്ലേ? വേണോ? ഇതുവരെ അങ്ങനൊന്നും തോന്നിയില്ല. ഇനി നമുക്ക് നോക്കാം. നല്ല ആരെങ്കിലും തന്റെ മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞോ. അങ്ങനെ ആരെ എനിക്കറിയില്ല കേട്ടോ. അറിയില്ല എന്നല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ നാട്ടിൽ പോവുമല്ലേ, ഞാൻ നോക്കാം. മതി. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞതുപോലെ അവർ രണ്ടും എയർപോർട്ടിലെത്തി നേരെ കോഫി കുടിക്കാൻ പോയി. മിഷേൽ, ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് ടോമിച്ചിനെ കാണിച്ചൊന്ന് കുശുമ്പൂത്താനാണ്. അതും പറഞ്ഞ് അവളുടെ അടുത്ത് വന്ന് അവൻ ഫോട്ടോ എടുത്തു. 2 പേരും കോഫി മഗ്ഗം പിടിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. കാണിച്ചേ.
അരെ വാ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഹരിദേവ് എടുക്കുന്ന ഫോട്ടോ നന്നാവാതിരിക്കോ? അപ്പോഴാണ് ഒരു സർദാർ അവിടേക്ക് വന്നത്. ഹലോ മേജർ സാബ്, എവിടേക്കാണ് യാത്ര? ഹലോ സിംഗ് സാബ്, ഞാനല്ല യാത്ര, ഇത് മിഷേൽ, കേരളത്തിലേക്കാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. ഓ അത് ശരി, വൈഫിനെ നാട്ടിൽ വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് അടിച്ചു പൊളിക്കാനാണല്ലേ? അവളുടെ മുഖമൊന്ന് വാടി. എങ്കിലും അതിന് ഹരി മറുപടി പറയാതെ ഒന്ന് ചിരിച്ച് അവനോട് യാത്ര പറഞ്ഞു. താൻ മുഖം വീർപ്പിക്കണ്ട, അയാൾ അറിയാതെ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായി, സാരയില്ല. അങ്ങനെ മിഷേൽ ഉള്ളിലേക്ക് പോകുന്നേരം ഹരിയോട് യാത്ര പറഞ്ഞു. താങ്ക്സ് കേട്ടോ, എന്നെ ഉറക്കം കളഞ്ഞ് ഹെൽപ്പ് ചെയ്തതിന്. അതിന് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ, ഞാൻ ലിസിയാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ തൻ്റെ കൂടെയുള്ള യാത്ര എനിക്കിഷ്ടമാണ്. സോ താങ്ക്സ്. രാവിലെ തന്നെ ഇത്രയും നല്ലൊരു യാത്രയ്ക്ക്, കോഫിക്ക്, നല്ലൊരു ഫോട്ടോയ്ക്ക്. ബായ് സാബ്. അതും പറഞ്ഞ് അവൾ കൈനീട്ടി ഷേക്ക് ഹാൻഡ് ചെയ്യാൻ. സ്ഥിരമുള്ള മുഖഭാവം മാറി ഒരു ചെറു പുഞ്ചിരിയോടെ, അതിൽ കുസൃതിയാണോ കുറുമ്പാണോ എന്നറിയാൻ സാധിക്കാത്ത വിധം മേൽചുണ്ടിന്റെ സൈഡിലൊന്ന് കടിച്ച് ഇടത് കൈ അവളുടെ തോളിൽ കൂടിയിട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു അവൻ. സന്തോഷായി പോയി വരൂ, തന്നെ ഞാൻ മിസ് ചെയ്യും. എന്താണ് നടന്നതെന്ന് അവൾക്ക് മനസ്സിലാകും മുന്നേ തന്നെ അവൻ അവളെ വിട്ട് നടന്നിരുന്നു. മിഷേൽ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ അവനെ നോക്കി നിന്നു. 4-5 സ്റ്റെപ്പ് നടന്ന അവൻ തിരിഞ്ഞു നോക്കി. അതേ ചിരിയോടെ വീണ്ടും പറഞ്ഞു, കണ്ണും തള്ളി നിൽക്കാതെ കയറിപ്പോടി ഊലൻ ദേവി. എന്തോ ഉൾപ്രേരണയാൽ ചെറു ചിരിയോടെ ട്രോളിയും തള്ളി അവൾ ഉള്ളിലേക്ക് നടന്നു, നാട്ടിൽ അവൾക്കായി കാത്തിരിക്കുന്ന കുരുക്കറിയാതെ. കൊച്ചി എയർപോർട്ടിൽ എത്തുന്നതുവരെ മിഷേൽ നന്നായി ഉറങ്ങി. നാടിന്റെ പച്ചപ്പും സൗന്ദര്യവും ഫ്ലൈറ്റിലിരുന്നപ്പോൾ തന്നെ അവളുടെ മനസ്സ് നിറച്ചു. ലഗേജ് എടുക്കാൻ ബെൽറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. ആരും വിളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിരുന്നു. മാത്യു ചായൻ വന്നാൽ വെറുതെ ഒരു അവധി കളയണം. പിന്നെ കല്യാണ ഒരുക്കങ്ങളും ഉണ്ടല്ലോ. പുറത്ത് ടാക്സി സ്റ്റാൻഡിലേക്ക് പോകാൻ തിരിയുന്നതിന് മുൻപ് അവള് അപ്പനെ വിളിച്ച് ലാൻഡ് ചെയ്ത കാര്യം പറഞ്ഞു. മോളെ, എങ്ങനെ വരും നീ? ഞാനൊരു ടാക്സി എടുത്ത് വരാം അപ്പാ. ശരി, വേഗം വാ, അപ്പം കാത്തിരിക്കുകയാണ്. ശരി അപ്പാ. മിഷേൽ ഓർത്തു, അപ്പനെ കാണാൻ എന്റെ മനസ്സ് തുടിക്കുന്നു. പക്ഷേ എന്റെ മകളോ? ഞാൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവളൊന്ന് വിളിച്ചില്ല. പോട്ടെ, വെറുതെ അതൊക്കെ ഓർത്ത് എന്തിനു വിഷമിക്കണം. ലിസിയെ കൂടി വിളിച്ച് എത്തിയ കാര്യം പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഹലോ മമ്മി. ഹലോ മോനെ. മമ്മി എവിടെയാണ്? ഞാനിപ്പോൾ എയർപോർട്ടിലാണ്, വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. അതറിയാം മമ്മി, ഞാനിവിടെ എയർപോർട്ടിലുണ്ട്. മമ്മി എവിടെയാണ് നിൽക്കുന്നത്? നീ ഇവിടെയോ? അവളുണ്ടോ? മിഷേലിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. ഇല്ല മമ്മി, അവളില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനിവിടെ ടാക്സി ബൂത്തിന്റെ മുന്നിലുണ്ട്. ഞാൻ അവിടേക്ക് വരാം മമ്മി. ജെറിൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്കും നല്ല സന്തോഷം തോന്നി. യാത്രയൊക്കെ സുഖമായിരുന്നോ? അതെ ജെറിൻ, ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? അതും പറഞ്ഞ് അവൾ വണ്ടിയിൽ കയറി. ഉണ്ട്, ഞാൻ ലീവ് എടുത്തു. ഒരു മകൻ ഇവിടെ ഉണ്ടായിട്ട് മമ്മി വരുമ്പോ ജോലിക്ക് പോകാനോ? അവൻ കൊഞ്ചിയാണ് പറഞ്ഞത്. അതിന് അവളൊരു പുഞ്ചിരി മറുപടിയായി നൽകി. അവള് സുഖായിരിക്കുന്നോ? പിന്നെ വീട്ടിലെല്ലാവരും? എല്ലാവരും സുഖം. അവൾക്കിന്നെന്തോ ഷോപ്പിംഗ് ഉണ്ട്, വിവാഹത്തിന്റെ. അല്ലെങ്കിൽ കൂടെ വന്നേനെ. മിഷേലിന്റെ മുഖത്ത് ഒരു ചിരി വന്നു. ജെറിൻ അത് നന്നായി കണ്ടെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല. മമ്മി, അപ്പന്റെ അടുത്തേക്ക് തന്നെ പോകണോ? നമുക്ക് വീട്ടിൽ പോവാം. അത് വേണ്ട ജെറിൻ, അപ്പം കാത്തിരിക്കും. ഇപ്പോഴും പറഞ്ഞതാണ്, അവിടേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. ഹലോ മിഷേൽ, താൻ എത്തിയോടോ? എത്തി സാബ്, ദേ എയർപോർട്ടിൽ നിന്നും വെളിയിലിറങ്ങി കാറിൽ കയറിയതേ ഉള്ളൂ. താൻ വിളിച്ചില്ല, അതാണ് പിന്നെ ഞാൻ വിളിച്ചത്. അയ്യോ സോറി സാബ്, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അത് സാരമില്ല, ഞാൻ ലിസിയോട് പറഞ്ഞേക്കാം. അത് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ശരി, അപ്പോ നമ്മളെയൊക്കെ ഉള്ളൂ മറന്നത്. അങ്ങനെയല്ല സാബ്, മറന്നതല്ല, സോറി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. പോട്ടെ, താൻ എങ്ങനെയാണ് പോകുന്നത്? ആരേലും വന്നോ? വന്നു, ജെറിൻ മോൻ, എന്റെ മകളുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. അത് നന്നായി. വീട്ടിൽ ചെന്നിട്ട് ഫ്രീ ആയി കഴിഞ്ഞ് വിളിക്ക്. വിളിക്കാൻ സാബ്. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ആരാ മമ്മി? അത് അവിടെയുള്ള ഒരു മലയാളി മേജറാണ്. ടോമിച്ചൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇദ്ദേഹമാണ് എന്നെ കൊണ്ടുവിട്ടത്. ഞാൻ എത്തിയെന്ന് വിളിച്ചു പറഞ്ഞില്ല, അതിന്റെ പരിഭവമാണ്. അയാളാണോ അന്ന് മിലിയോട് ദേഷ്യപ്പെട്ടത്? അതെ. അത് നന്നായി.
അങ്ങനെയുള്ള ഒരാൾ വേണം, എന്നാലേ അവള് നന്നാകൂ. മിലിക്ക് നല്ല ദേഷ്യമായി അല്ലേ? ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിനും കോവിഡ് പോസിറ്റീവായിരുന്നു. എന്റെ വിഷമം കണ്ട് ദേഷ്യമായി, അതാണ് പറ്റിയത്. അത് നന്നായി മമ്മി. അവൾക്ക് എല്ലാരോടും സ്നേഹവും കരുണയാണ്. പിന്നെ മമ്മിയോട് മാത്രം എന്താണെന്ന് എനിക്കറിയില്ല. അതൊന്നും സാരയില്ല, എനിക്കറിയാം. അവളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. ഇല്ല, എന്നാലും എന്റെ മകളാണല്ലോ. വീട്ടിലെത്തിയ മിഷേലിനെ അവിടെ എല്ലാവരും സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. മാത്യു ചാനും സിസിലി ചേച്ചിയും പറഞ്ഞതനുസരിച്ച് ഈസ്റ്റർ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. ജെറിൻ മിലിയെയും കൊണ്ട് വരാമെന്ന ഉറപ്പിൽ തിരിച്ചുപോയി. രാത്രി ആഹാരവും കഴിഞ്ഞ് മുൻവശത്ത് റോഡിലേക്ക് നോക്കിയിരുന്ന അവളുടെ അടുത്ത് അപ്പനും വന്നിരുന്നു. മോളെ, നീ ഇനിയും അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? അപ്പം മറ്റൊരു വിവാഹം നോക്കട്ടെ. 5 വർഷം കഴിഞ്ഞില്ലേ അവൻ പോയിട്ട്? മിലിമോളും ജീവിതത്തിൽ സെറ്റിലായി. നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാൻ അപ്പനും മനസ്സില്ല. അതിന് അപ്പൻ എവിടെ പോകുന്നു? കർത്താവ് വിളിച്ചാ പോണ്ടേ? ഓ, കർത്താവിനുടനെ ഒന്നും അപ്പനെ വേണ്ട. നീ തമാശ കള പെണ്ണേ. അപ്പാ, എനിക്കിതുവരെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടായാ ഞാൻ പറയാം, അപ്പം അന്വേഷിക്കാം, പോരെ? അപ്പൻ പറഞ്ഞതൊട്ടും തന്നെ അവളെ ബാധിച്ചില്ല. എങ്കിലും പഴയ കാര്യം അവൾ ഓർത്തു. 20 വയസ്സിലാണ് മിലി വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ജോർജ് ചായന് അവളുടെ വിവാഹം കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അടുത്ത 1 വർഷത്തിന് ശേഷം ഞാനും ഒറ്റയ്ക്കായി. പക്ഷേ ഇനിയൊരു കൂട്ട് അത് വേണ്ട. അവൾ ഉണ്ടാകില്ല അവസാന നാളിൽ എൻ്റെ കൂടെ. പക്ഷേ വേണ്ട. അപ്പോഴാണ് അവളുടെ ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടത്. നാട്ടിലെ ആഹാരമൊക്കെ തട്ടി ഉറക്കം പിടിച്ചോടെ. അത് കണ്ട് അവൾക്ക് തന്നെ ചിരി വന്നു. ഇല്ല, കഴിച്ചത് കൂടിപ്പോയി, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യുന്നു? വീട്ടുമുറ്റത്ത് ഒരു കുടമുല്ലയുണ്ട്. അതിൽ പൂവിരിയുന്നത് നോക്കിയിരിക്കുന്നു. രാത്രി കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആണോ? ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ഫോട്ടോ എടുത്തയക്ക്. പെട്ടെന്ന് അവള് മുല്ലയുടെയും പിന്നെ കയ്യിലൊരു മുല്ലപ്പൂ പിടിച്ച കൈയുടെയും ഫോട്ടോ അയച്ചു. ഡോ, ഇതെന്താ പ്രേതമാണോ? കൈ മാത്രം. ഉടനെ വന്നു അടുത്ത മെസ്സേജ്. കൈയല്ല കാണിച്ചത്, പൂവാണ്. എങ്കിൽ തന്നെ കൂടെ കാണട്ടെ, അവിടെ ചെന്നുള്ള സന്തോഷം. അത് വേണ്ട. ഞാൻ രാത്രി ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താ അപ്പൻ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും. അത് വായിച്ച ഹരി മനസ്സിൽ പറഞ്ഞു, ഷോ, ഈ പെണ്ണ് ഒരു നടക്ക് പോയില്ല. എനിക്കൊന്ന് കാണണമെന്ന് എങ്ങനെ പറയും? 1 ദിവസം ആയപ്പോഴേ ഞാൻ മടുത്തു. ഇനിയുണ്ട് 10 ദിവസം. അതെങ്ങനെയാ? അവൾക്കൊന്നും അറിയണ്ട, എനിക്കല്ലേ പ്രയാസമുള്ളൂ. സാബ്, ഉറങ്ങാറായില്ലേ? ഉറങ്ങണം, എന്തോ ഒരു മൂടില്ല ഇന്ന്. അത് രാവിലെ ഉറക്കം ശരിയായില്ല, അതാവും. ഓ, ഇവളീ നെഗറ്റീവ് എന്തിനാ പറയുന്നത്? ആരോട് പറയാൻ? അതല്ലടോ, എന്തോ ഒരു മിസ്സിങ്. ഓ, നാട്ടിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കൂ, കുറച്ച് ആശ്വാസം തോന്നും. അതിനല്ലേ താൻ. അങ്ങനെയല്ല, അടുപ്പമുള്ള, അടുത്ത ബന്ധമുള്ള. ഓ, അങ്ങനെ ആരും ഇല്ല. അങ്ങനെ പലതും അവർ ചാറ്റ് ചെയ്തു. ദിവസവും അവൻ വിളിക്കും, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുപോയി. മിലി ഈസ്റ്ററിന് വന്നുവെങ്കിലും മിഷേലിനോട് വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നാണ് അഞ്ജുവിന്റെ വിവാഹം. എല്ലാവരും നല്ല തിരക്കിലാണ്. മിഷേൽ എല്ലാ ആഘോഷങ്ങളിൽ നിന്നും ചെറുതായി വിട്ടുനിന്നു. മറ്റൊന്നുമല്ല, ഇന്നലെ മധുരം കൊടുക്കാൻ നേരമാണ് ഇളയമ്മ പറഞ്ഞത്, വിധവകളൊക്കെ കുറച്ച് പുറകിലേക്ക് നിൽക്കാൻ. എല്ലാവരും അതിനെ എതിർത്തുവെങ്കിലും മിഷേൽ പിന്നെ അധികം മുന്നിലേക്ക് വന്നില്ല. ഡോ, വിവാഹ ഫോട്ടോ അയക്കണേ. അയക്കാം. അതും പറഞ്ഞ് അവള് വധൂവരന്മാരുടെ ഒരു ഫോട്ടോ അയച്ചു ഹരിക്ക്. കൂടെ മിലിയും ജെറിനും കൂടെ ഉള്ളതും. എന്റെ കൂട്ടുകാരിയുടെ ഫോട്ടോ കണ്ടില്ല. അതാര്? ഡോ, തന്നെ ഞാൻ. മിഷേൽ, തന്റെ തന്നെ. ഓ, എന്റെയോ? അതും പറഞ്ഞ് അവളും അപ്പനും നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു. ഗോൾഡൻ കളർ സാരിയിൽ അവൾ അതിസുന്ദരിയായി തോന്നി ഹരിക്ക്. സുന്ദരിയാണ് കേട്ടോ. അതിന് മിഷേൽ ഒരു സ്മൈലി അയച്ചു. അപ്പോഴാണ് അവൾക്ക് ലിസിയുടെ ഫോൺ വന്നത്. ഹലോ, എല്ലാം മംഗളമായി കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരും കൊണ്ടാക്കാൻ പോയി. അപ്പോൾ ഞാനിവിടെ കുട്ടികളെ നോക്കിയിരിക്കുന്നു. നീ പോയില്ലേ? ഇല്ലടി, എന്തിനാ വെറുതെ. അപ്പോ നീ അവിടെ ബോറാണല്ലേ? അല്ലടി, ഹരിസാബിന്റെ മെസ്സേജ് വന്നു ഫോട്ടോ അയക്കാൻ. എന്നോട് ഓരോന്ന് ചാറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാ നിന്റെ ഫോൺ വന്നത്. ഓഹോ, ഞാൻ കട്ടുറുമ്പായോ? കോള് കട്ട് ചെയ്യണോ മോളെ? പോടി, നീ കഴിഞ്ഞല്ലേ അവരുള്ളൂ. മിഷേൽ, ഒരു കാര്യം പറയട്ടെ. എന്താടി?
ഡീ, ഹരിയേട്ടന് നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടോന്നൊരു തോന്നല്. ഉണ്ടടി, അത് സാബ് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കൊരു സ്ത്രീ എന്ന ഒരു അനുകമ്പയാണ്. ഷോ, അതല്ല. പിന്നെ ഒരു ചായ്വ്. പുള്ളിയുടെ മനസ്സില് നീ കയറിയോന്നൊരു സംശയം. ഹാ, ബെസ്റ്റ്. സാബ് കേക്കണ്ട. ഡി, നീ ഈ പണി കളഞ്ഞ് വല്ല ബ്രോക്കർ ആയിക്കോ. നല്ല ഭാവിയുണ്ട്. ഇത്ര കാലം ഒരു പെണ്ണു പോലും കെട്ടാതെ നടക്കുന്ന അയാളെക്കുറിച്ച് തന്നെ വേണ്ടാത്തത് പറയണം. എടീ, ഞാൻ സത്യമാണ് പറഞ്ഞത്. പെണ്ണ് കിട്ടിയിട്ടില്ല. അതാവും ഇപ്പൊ നിന്നെ നോക്കുന്നത്. അതേടി, ഞാനിവിടെ കല്യാണം കഴിക്കാതെ അയാളിപ്പോ എന്നെ തിരക്കി വരുമെന്നും പറഞ്ഞ് വഴിക്കണ്ണുമായിരിക്കല്ലേ. ഞാനാര് ഹേമമാലിനിയോ? 45 വയസ്സിലും ആണുങ്ങൾ എന്റെ പുറകെ വരാൻ. ഏത് സിനിമയാടി ഇത്? കളിയാക്കണ്ട. നീ ഒന്ന് ശ്രദ്ധിക്ക്, നിനക്ക് മനസ്സിലാകും. വേണ്ട മോളെ, എനിക്കിപ്പോ മനസ്സിലാക്കാൻ ആഗ്രഹമില്ല. പാവം മനുഷ്യൻ ഒന്ന് സഹായം ചെയ്തപ്പോ അവക്കോരോ വെച്ചിട്ട് പോടി. ഡേ, ഇന്നലെ ടോമിച്ചൻ കൂടി ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ നിന്റെ അല്ലേ കെട്ടിയോൻ, പറയും, എനിക്കറിയാം. ശരി, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഒന്ന് ശ്രദ്ധിക്ക്, മനസ്സിലാവും. ആയിക്കോട്ടെ. പിന്നെ എന്നോട് പറഞ്ഞ പോലെ അവിടെ പോയി പറയരുത്. എനിക്ക് ആകെ ഉള്ള കൂട്ടുകാരിയാണ് നീ. വെടികൊണ്ട് മരിച്ചെന്നറിയുന്നത് വിഷമമാണ് എന്റെ ലിസി. പോടി, ഞാൻ നിന്നോട് മിണ്ടില്ല. ബൈ. ഫോൺ വെച്ച മിഷേൽ വീണ്ടും ലിസി പറഞ്ഞ കാര്യം ആലോചിച്ചു. വെറുതെ പുഞ്ചിരിച്ചു. പാവം, അവളുടെ ഓരോ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ വളച്ചുകെട്ടി പറയുന്നത്. വിവാഹ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നന്നായി ഒന്ന് ഉറങ്ങി. അപ്പനും അവളും മാത്രമാണ് തിരിച്ചു വന്നത്. ബാക്കി എല്ലാവരും മേയുടെ വീട്ടിലാണ്. അടുത്ത് തന്നെയാണ് അവളുടെ വീട്. ഇനി വൈകിട്ടോടെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് അവളും അപ്പനും വന്നത്. അപ്പോഴാണ് അവളുടെ ഫോണിൽ സിസിലി ചേച്ചിയുടെ ഫോൺ വന്നത്. മോളെ മിഷി. എന്താ ചേച്ചി? അപ്പൻ എവിടെയടി? ഇവിടെ ഉണ്ട്. എന്താ ചേച്ചി? അത് നിന്റെ ജോർജ് ചായന്റെ വീട്ടിൽ നിന്നും ആള് വന്നിരിക്കുന്നു. ചേട്ടൻ വിൻസെന്റ് ചാൻ, പെങ്ങള് സ്റ്റെഫിയും, പിന്നെ അവരുടെ ഇളയപ്പനും ഇളയമ്മയും. നീ അപ്പനെയും കൂട്ടി വേഗം വാ. ചേച്ചി, നമ്മൾ ഇവരെല്ലാം അഞ്ജുന്റെ കല്യാണം വിളിച്ചോ? അതെനിക്കറിയില്ല. വിളിച്ചു കാണും, ബന്ധുക്കളല്ലേടി. ഓ, വേണ്ടായിരുന്നു. എങ്കിൽ ശരി, ഞാൻ അപ്പനെയും കൂട്ടി വരാം. അപ്പനും അവളും ചെന്നപ്പോൾ വന്നവർ ചായ കുടിക്കുകയാണ്. ആ, നീ അങ്ങ് ക്ഷീണിച്ചല്ലോ പെണ്ണേ. പണ്ട് ജോർജിന്റെ കൂടെ വരുമ്പോ എങ്ങനെ ഇരുന്നതാണ്? ഇളയമ്മയുടെ വകയാണ്. ഓ, അതങ്ങനെയല്ലേ വരൂ ഇളയമ്മേ. ചേച്ചി ഒറ്റയ്ക്കല്ലേ, അതിന്റെ ക്ഷീണമാണ്. അത് സ്റ്റെഫിയുടെ വക സ്നേഹം. വിൻസിച്ചൻ നോക്കിയൊന്ന് വെളുക്കെ ചിരിച്ചു. എന്തുണ്ട് ഇളയമ്മേ വിശേഷം? സുഖമല്ലേ? റോബിനും പെണ്ണും വന്നില്ലേ? റോബിൻ വിൻസിച്ചായന്റെ മകനാണ്. അതേടി, സുഖാണ്. ഇല്ലടി, അവനും പെണ്ണും അവളുടെ വീട്ടിലേക്ക് പോയി. മിക്കവാറും അവരവിടെയാണേ. അവൾക്ക് അവിടെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ ഈ കൊച്ചിന് ഒറ്റയ്ക്കാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഇതിയാനും കൂടെ നിന്റെ തറവാട്ടിൽ വന്ന് ഇവന്റെ കൂടെ താമസിക്കും. അവനും വെച്ചു വിളമ്പാൻ ആള് വേണ്ടേ? മിഷേൽ അവരുടെ ചരിത്രം പറച്ചിൽ കേട്ട് ഒന്ന് ചിരിച്ചു. വിൻസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 10 വർഷം മുമ്പ് മലയാറ്റൂർ പള്ളിയിൽ നേർച്ച ഉണ്ടെന്നും പറഞ്ഞ് പോയതാണ്. പിന്നെ തിരിച്ചു വന്നില്ല. ആരുമായോ അടുപ്പമായിരുന്നു, അങ്ങനെ പോയതാണെന്നും പറയുന്നു. അന്നു മുതൽ അയാൾക്ക് വേണ്ടത് എല്ലാം ഇളയമ്മയാണ് ചെയ്യുന്നത്. ചേച്ചിക്ക് എന്നാണ് തിരിച്ചു പോകേണ്ടത്? സൺഡേ പോണം സ്റ്റെഫി. അപ്പോ ഇനി സമയമില്ലല്ലോ. അതിനവളൊന്ന് ചിരിച്ചു കാണിച്ചു. മിലി വന്നിട്ട് ഇവിടെ നിന്നില്ലേ? ഇല്ല, അവൾക്ക് എന്തോ കോച്ചിങ് ക്ലാസ്സിന് പോണോന്ന് പറഞ്ഞു പോയി. അതെ, മിഷിയുടെ അപ്പ, ഞങ്ങൾ ഇവിടുത്തെ മോളുടെ വിവാഹം കൂടുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടി സംസാരിക്കാനാണ് വന്നത്. എന്താ ജോർജിന്റെ ഇളയമ്മേ, പറഞ്ഞോളൂ. അത് വേറെ ഒന്നുമല്ല. മിഷി ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണല്ലേ, അപ്പോ അവിടെയല്ലേ അവള് നിൽക്കേണ്ടത്. അത് പറയുമ്പോൾ ഇളയമ്മ അവളുടെ അടുത്ത് പിടിച്ചിരുത്തി തലയിൽ തടവുന്നുണ്ടായിരുന്നു. അതിന് അവിടെ മറ്റാരുമില്ലല്ലോ. അതല്ലേ അവൾ ഇവിടേക്ക് വന്നത്. അവളുടെ മേലുള്ള നിങ്ങളുടെ അധികാരം ആരും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ പറഞ്ഞു വന്നത്. പിന്നെ അത് മിഷിമോളും ഒറ്റയ്ക്കായി, വിൻസെന്റും ഒറ്റയ്ക്കായി. ഇവളുടെ ഉദ്യോഗത്തിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ കുടുംബത്തിന്. ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ച അവൾക്ക് അവളുടെ തറവാട്ടിൽ തന്നെ ജീവിക്കാലോ. ഒറ്റയ്ക്കാണെന്ന വിഷമവും രണ്ടുപേർക്കും ഉണ്ടാവില്ല. മിലിയേയും കാണാം. മിഷിയുടെ അപ്പൻ എന്തു പറയുന്നു? ഇളയമ്മയെ തുറച്ചു നോക്കി ചാടി എഴുന്നേൽക്കുമ്പോൾ മിഷേൽ കണ്ടു ചെറുപുഞ്ചിരിയോടെ ഇരിക്കുന്ന വിൻസിച്ചനെ. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.